ഹലോ, ഓച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പെൻസിൽ പോർട്രേറ്റ് ഫിനിഷ് ചെയ്യുക എന്നതും എന്താണ് ഗ്രിഡ് മെത്തേഡ് എന്നതുമാണ്. ചില ആളുകൾക്ക് ഗ്രിഡ് യൂസ് ചെയ്തിട്ട് ഡ്രോയിങ് ചെയ്യുമ്പോൾ ചില തെറ്റുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഫേസ് പോർട്രേറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു ചിത്രത്തെ പകർത്തി വരയ്ക്കുമ്പോൾ അത് ആ ഒരു റെഫറൻസ് ഇമേജ് നമ്മുടെ പേജിനേക്കാൾ വലുതോ ചെറുതോ ആയിക്കോട്ടെ, നമുക്ക് ഒരു ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ആയിക്കൊണ്ട് വരച്ചെടുക്കാൻ കഴിയും. കൂടുതലും വലിയൊരു സ്കെയിലിലേക്ക് വരയ്ക്കുമ്പോഴാണ് സാധാരണഗതിയിൽ ഇത് യൂസ്ഫുൾ ആവുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള വർക്കുകളിൽ സിമ്പിൾ ആയിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയും ഈ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ വരയ്ക്കുന്ന ഗ്രിഡ് തെറ്റിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ അളവുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതെങ്ങനെ കൃത്യമായിട്ട് വരച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്രിഡ് ഇടുമ്പോൾ മാക്സിമം കട്ടി കുറച്ച് ലൈൻ ഇടാൻ നോക്കണം. നമുക്ക് എറേസ് ചെയ്ത് മാറ്റാനുള്ളതാണ്. അതുപോലെ ഗ്രിഡിൻ്റെ സെൻറ്റിമീറ്റർ കുറക്കുന്നതനുസരിച്ച്, നമുക്ക് കോളത്തിൻ്റെ സെൻറ്റിമീറ്റർ കുറക്കുന്നതനുസരിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വർക്ക് കിട്ടും. ഗ്രിഡിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു ഗ്രിഡിൻ്റെ വലിപ്പവും കൂടും, അതുപോലെ ഡീറ്റെയിൽസ് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം കുറഞ്ഞ ഗ്രിഡ് ഇട്ട് നമുക്ക് പടം വരയ്ക്കാവുന്നതാണ്. ഈ ഒരു ചിത്രമാണ് നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത്. ഞാനിത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് 2 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഗ്രിഡിലാണ്. വരയ്ക്കുന്ന ഗ്രിഡ് തെറ്റിപ്പോകുന്നതിൻ്റെ കാരണമാണ് അതിൻ്റെ അളവ് ശ്രദ്ധിക്കാത്തത്. അതെങ്ങനെയാണ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്ത് ഡ്രോയിങ് ചെയ്യുമ്പോൾ മാക്സിമം ഓരോ കള്ളിയും ഫിനിഷ് ചെയ്തിട്ട് ഡ്രോയിങ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ അളവുകൾ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. റെഫറൻസ് പിക്ചറിലെ ഒരു കോളത്തിൽ 2 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ ഡ്രോയിങ് ചെയ്യുമ്പോഴും 2 സെൻറ്റിമീറ്റർ കറക്റ്റ് അളവ് നോക്കിയിട്ട് ചെയ്യണം. നമ്മൾ മാക്സിമം ഡ്രോയിങ് ചെയ്യുമ്പോൾ നല്ല റഫായിട്ടുള്ള രീതിയിൽ സ്കെച്ച് ഇട്ടാൽ നമുക്ക് തെറ്റി പോകുമ്പോൾ എറേസ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓരോ ലൈൻസും നമ്മൾ ഒബ്സർവ് ചെയ്ത് ഡ്രോയിങ് ചെയ്യുക. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ഗ്രിഡിലെ ഒരു കോളത്തിലെ മുഴുവൻ ഡീറ്റെയിൽസും കഴിഞ്ഞിട്ടാണ് അടുത്ത കോളം നമ്മൾ ഡ്രോയിങ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് തെറ്റിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്.
വളരെ റഫായിട്ടുള്ള രീതിയിൽ ഗ്രിഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എറേസ് ചെയ്യുന്ന സമയത്ത് ഗ്രിഡ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണിക്കും. മാക്സിമം ലൈറ്റായിട്ട് തന്നെ ഗ്രിഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോ ഗ്രിഡും ഒബ്സർവ് ചെയ്ത് ഡ്രോയിങ് ചെയ്ത് നമുക്ക് ആ ഒരു ഔട്ട് കറക്റ്റായിട്ട് തന്നെ ഡ്രോ ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾ മാക്സിമം ടൈം എടുത്ത് നമ്മൾ ഷെയ്ഡ്സ് ഒക്കെ ചെയ്ത് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെൻസിൽ പോർട്രേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമൊക്കെ എടുത്ത് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് ഷെയ്ഡ്സ് ഒക്കെ കറക്റ്റാക്കി ചെയ്ത് നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ഔട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഗ്രിഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിലുള്ള പെൻസിൽ പോർട്രേറ്റ് ഫിനിഷ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുപോലെ വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് അളവുകളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ഡ്രോയിങ് ചെയ്താൽ നമുക്ക് ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള എഫക്റ്റീവായിട്ടുള്ള പോർട്രേറ്റ് ചെയ്യാൻ കഴിയും. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.